Good evening all. Welcome to Crystal YouTube channel. നമ്മുടെ ഡേ 2 ഓഫ് യൂട്യൂബ് ചലഞ്ച് ആണ് 30 ദിവസത്തേക്ക്. ഒന്നാമത്തെ ദിവസം നിങ്ങൾ അത്യാവശ്യം നല്ലതുപോലെ പെർഫോം ചെയ്തവരുണ്ട്. അതേ സമയത്ത് വെറുതെ വീഡിയോ കണ്ടു പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് വെൽക്കം ടു ഡേ സെക്കൻഡ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഡൽഹി സൾത്തനേറ്റ്. ഡൽഹി സൾത്തനേറ്റ് ആണ് നമ്മൾ നിന്നെടുത്തിരിക്കുന്ന ടോപ്പിക്. അങ്ങനെ റാൻഡം ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡൽഹി സൾത്തനേറ്റിൽ നിന്നുള്ള ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രമാത്രം പോസിബിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. മോർ ഇമ്പോർട്ടന്റ്ലി ഓർമ്മയുണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എല്ലാ ദിവസവും 7 മണിക്ക് നമ്മുടെ ഈ സെഷൻ നടക്കും. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യിപ്പിക്കണം. കൂടുതൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനോ കമന്റ് സെക്ഷനോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ലിങ്ക് കാണാൻ പറ്റും. അതിലായിരിക്കും നമ്മളുടെ പ്രധാനപ്പെട്ട അതർ ഡിസ്കഷൻസ് നടക്കുന്നത്. സോ അതിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. So without any further ado, let's get started for today's discussion. ഡൽഹി സൾത്തനേറ്റ്. അപ്പൊ ഡൽഹി സൾത്തനേറ്റിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ടെർമിനോളജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെർമിനോളജി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം നിങ്ങൾക്ക് ഡൽഹി സൾത്തനേറ്റോട് കൂടെ അറബിക് ടെർമിനോളജീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അറബിക് മാത്രമല്ല, പേർഷ്യനും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അറബിയിൽ നിങ്ങൾ മഹർ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതേ സമയത്ത് മൊഹർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് ഗോൾഡ് കോയിൻസ് ആയിരിക്കും. സോ ഗോൾഡ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സിമിലർലി ദിവാനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സിമിലർലി നിങ്ങൾക്ക് വേറെ വസീർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അത് കൂടുതൽ റവന്യൂമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുടെ പോസ്റ്റാണ്. ഓക്കെ, റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, വസീറിന്റെ ഒരു മോഡിഫൈഡ് വാക്കാണ് വിസാറത്ത് എന്ന് പറയുന്നത്. വിസാറത്ത്. ഓക്കെ, അങ്ങനെ നോർമൽ ടേമും അതിന്റെ മോഡിഫൈഡ് ടേമും അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ശ്രദ്ധിക്കുക. കാസി എന്ന് പറഞ്ഞാൽ ജഡ്ജ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള കുറച്ച് ടെർമിനോളജി വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ മാപ്പിലോട്ട് നോക്കുന്ന സമയത്ത് യു വിൽ കം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഡൽഹി സൾത്തനേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഈ ഒരു ടെറിട്ടറിയിൽ നിന്നും ആരംഭിച്ചിട്ട് ലാഹോർ ഉണ്ടായിരുന്നു ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടായിരുന്നത്, നമുക്കറിയാം. ഇതിൽ നിന്നും പിന്നീട് ഡൽഹി സൾത്തനേറ്റ് ഡൽഹിയിലോട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റുന്നത് ഇൽത്തുമിഷിന്റെ കാലഘട്ടം മുതൽക്കാണ്. അങ്ങനെ ഇൽത്തുമിഷനാണ് റിയൽ ഫൗണ്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ ബംഗാളിന്റെ ടെറിട്ടറിയുടെ ഭാഗത്തോട്ട് അങ്ങനെ പോയിട്ട് സൗത്തിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് വരെ കൊണ്ടുവരുന്നുണ്ട്. 5 ഡൈനാസ്റ്റികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? 1206 ഡൽഹി സൾത്തനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. 1526 ഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി. അങ്ങനെ ആക്ച്വലി 320 വർഷം ഭരിച്ചവരാണ് ത്രൂ 5 ഡൈനാസ്റ്റീസ്. അതിൽ ടെർമിനോളജി ഇമ്പോർട്ടന്റ് ആണ്. സിമിലർലി കോൺസെപ്റ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡൽഹി സൾത്തനറ്റിൽ ഞാൻ പറഞ്ഞ പോലെ 2 ലാംഗ്വേജ് വന്നതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് വരുന്നുണ്ട്. അങ്ങനെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഈ സമയത്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനെ പഴയ കാലഘട്ടത്തിൽ പല പേരിൽ വിളിച്ചിട്ടുണ്ട്, പ്രിയദാസി, ദേവനാംബി എന്ന പേരിലൊക്കെ. പക്ഷെ മിഡീവൽ കാലഘട്ടത്തിലോട്ട് എത്തിയ സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് സില്ല ഇലാഹി ഓർ ലില്ലൽ ഇലാഹി എന്ന് എക്സാക്ട് പ്രൊണൗൺസിയേഷൻ. ഓക്കെ, എന്താണത്? ഷാഡോ ഓഫ് ദി ഗോഡ് ആണ് എർത്ത് എന്നുള്ള രീതിയിലാണ് ദൈവത്തിന്റെ പ്രതിനിധി. അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് സ്കോളേഴ്സ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് വരുന്നത്. കാരണം ഈ കാലഘട്ടത്തിലെല്ലാം ഒരുപാട് ലിറ്ററേച്ചർ പാട്രണേജ് നൽകുന്നുണ്ട്. ദ മോസ്റ്റ് ഫേമസ് പേഴ്സൺ അമീർ ഖുസ്രു നിങ്ങൾക്ക് അറിയാം അല്ലെ? സിയാവുദ്ദീൻ ബറാനിയെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പൊ ഈ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ചോദിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണ് എങ്കിൽ, ഞാൻ പറഞ്ഞത് ഇത് മാത്രമാണ് എന്നുള്ളതല്ല, അതും പറയുന്നു. നമുക്കൊരു ക്വിക്ക് ലേണിംഗ്, ക്വിക്ക് റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ആർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ദാറ്റ് യു ഷുഡ് നോട്ട് മിസ് വെൻ യു ആർ ഗോയിങ് ഫോർ ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ. ഇതാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ PYQലോട്ട് വരുമ്പോൾ എങ്ങനെ നിങ്ങൾ ഇത് ആൻസർ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ഇത് ഞാൻ 1 എന്ന് വിളിക്കുകയാണ്. കാരണം നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് നമ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്യാനായിരിക്കും പറയാം. അപ്പൊ ഒന്നാമത്തെ ഒരു PYQ ആണ്. 2020 ചോദിച്ചൊരു PYQ ആണ്. അതുപോലെ 2021 5ഓളം ക്വസ്റ്റ്യൻസ് ഡൽഹി സൾത്തനേറ്റ് എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യണം. സോ അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ട്രൈ ടു ആൻസർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഗൈസ്.
പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ മെത്തേഡ്സ് ഒക്കെ ഞാൻ വളരെ പെട്ടെന്ന് പിന്നീട് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ ടെർമിനോളജി അല്ലെ. അമീർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെഡ് എന്നുള്ളതാണ്. ഹെഡ് എന്നോ ലീഡർ എന്നോ അല്ലെങ്കിൽ നമുക്കതിനെ ഓഫീസർ എന്നോ എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഏതായാലും ടോപ്പ് ലെവൽ ഓഫീസറെയാണ് അമീർ എന്ന് വിളിക്കുക, നേതാവ് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അമീറി കോഹി ഉണ്ട്, അമീറി അഖൂർ ഉണ്ട്, ഹാരിദ് ഉണ്ട്, താബിർ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എലിമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ക്വസ്റ്റനിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, മാച്ച് ദി പെയർ ലിസ്റ്റും ക്രോണോളജി ക്വസ്റ്റ്യൻസ് ആണ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് യു കൻ ക്രാക്ക് ഇൻ UGC നെറ്റ് എക്സാമിനേഷൻ. അമീറി കോഹി, അമ്രിക് കോഹി ഓർ അമിറൈ കോഹി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നുണ്ട്, ദിവാനി കോഹി. നിങ്ങൾ അവിടെയാണ് നിങ്ങൾ ക്ലാസ് റൂം പഠിച്ച കഥകൾ ആലോചിക്കേണ്ടത്. ദിവാനി കോഹി എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തത് ആരാണ്, എന്തിനാണ്? കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്നുണ്ട്. ആൻസർ എന്താണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അപ്പൊ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് കോഹി. അപ്പൊ അമീറൈ കോഹി എന്ന് പറയുന്ന അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസറാണ്. സോ എ ഗോസ് ടു 3. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേസിക് ക്ലാരിറ്റി ഒന്നും ഇല്ല എങ്കിൽ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ UGC നെറ്റ് ഹിസ്റ്ററിയുടെ സക്സസ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സക്സസ് ബാച്ചിന്റെ ഒറ്റ പ്രത്യേകതയുള്ളൂ, നമ്മൾ പറയുന്ന ടൈം ലിമിറ്റിലുള്ള ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നെറ്റ് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ ക്യാഷ് വരെ റീഫണ്ടബിൾ ആണ്. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഓക്കെ, എല്ലാ ബാച്ചിലും ഇല്ല, നേരത്തെ തുടങ്ങുന്ന ബാച്ചുകളിൽ മാത്രമാണ് അത് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കോൺടാക്ട് ചെയ്യാം ഓഫീസ് നമ്പറിലോട്ട്. സോ കമ്മിങ് ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അമ്രി കോഹി എന്ന് പറഞ്ഞാൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ എക്ക് വരേണ്ടത് 3 ആണ്. എക്ക് വരേണ്ടത് 3 ആണെങ്കിൽ നമുക്ക് എന്തായാലും സെക്കൻഡ് ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്തൂടെ, ഫസ്റ്റ് ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്തൂടെ? ഇത് രണ്ട് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 50-50 നമ്മൾ എത്തിയില്ലേ. 50% നമ്മൾ എന്ത് ചെയ്തു, ആൻസറിലോട്ട് എത്തിയെന്നല്ലേ അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അത് നമുക്ക് സെറ്റായി. ഇനി നമ്മളോട് ചെയ്യേണ്ടത്, അപ്പൊ നമുക്കത് കിട്ടി. ഇനി അമീറി അഖൂർ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലീഡറിനെ വിളിക്കുന്ന പേരാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാരിദ് ഉണ്ട്, ദാബിർ ഉണ്ട്. അതില് അമീറി അഖൂർ എന്ന് പറയുന്ന പോസ്റ്റ് ഒരാളുടെ ടൈറ്റിലായിട്ട് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെയാണ് ലാക് ബാക്ഷ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി ആരാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് ഐ എം ഡിസ്കസിങ്, ജസ്റ്റ് കോമന്റ്. ലാക് ബാക്ഷ് എന്ന് പറയുന്ന ടൈറ്റിലുള്ള അമീറി അക്കൂർ എന്ന് പറയുന്ന ടൈറ്റിൽ ഉണ്ടായിരുന്ന ആ ഡൽഹി സൽത്തനറ്റിലെ റൂളർ ആരാണ്? നോക്കട്ടെ, ആർക്കെങ്കിലും ശരിയാകാൻ പറ്റുന്നുണ്ടോ? ലാക് ബാക്ഷ് ലക്ഷങ്ങൾ ദാനം ചെയ്ത ആൾ ആരാണ്? യാ, വെരി ഗുഡ്, കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് അല്ലെ. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്ക് പണ്ട് കുതിരകളെ നോക്കിയിരുന്ന ആളാണ്. അതിൽ നിന്നാണ് അദ്ദേഹം സുൽത്താനായിട്ട് മാറുന്നത്. സോ ഗോസ് ടു 4. ഫോഴ്സുകളെ നോക്കിയിട്ടുണ്ടായിരുന്ന കമാൻഡിങ് ഓഫീസർ B4 വരും. അപ്പോ A3 വന്നു, A3 വന്നു, B4 വരണം. ഇതിൽ B4 ആണോ? അല്ല. പക്ഷെ ഇതിൽ B4 ആണോ? ആണ്. അപ്പൊ രണ്ട് ഇൻഫർമേഷൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഇനി നോക്കി, ബാരിദ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ഓഫീസർ ആണ്. ദാബിർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയെ വിളിക്കുന്ന പേരാണ്. ആ രണ്ട് ഇൻഫർമേഷൻ നമുക്ക് അറിയുമെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടും. അതിന് നമ്മുടെ ലെവൽ ഓഫ് അക്യുറസി ബേസ്ഡ് നോളജിനെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അതിനു വേണ്ടിയാണ് ഈ മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഹോപ്പ് ദ ഡിസ്കഷൻ ഇസ് ക്ലിയർ. ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2021 ചോദിച്ചിരിക്കുന്ന 4 BYQs കാണിക്കാം. ഇതിനെ ഞാൻ 2 എന്ന് വിളിച്ചു. നിങ്ങൾ ഇതൊന്ന് വായിച്ചിട്ടൊന്ന് ആൻസർ ചെയ്യണം. പെട്ടെന്ന് ചെയ്യണം, സമയം ഒരുപാട് എടുക്കണം എന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇത് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് തരാം. ടോട്ടലി ഇതെല്ലാം കൂടി ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് ആണ് സമയം തരുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കമോൺ, എല്ലാവരും എഴുതണം. അത് റിക്വസ്റ്റ് ആണ്, എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ ഉപകാരം ഉണ്ടാവുള്ളൂ. എഴുതാതിരിക്കുന്ന ഒരു വിജയത്തിലോട്ടുള്ള ഒരു വഴിയല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എഴുതിയേ പറ്റൂ. Okay, let's discuss. Qutbuddin Aibak cannot be called the sovereign ruler of Delhi Sultanate because കുത്തുബുദ്ദീൻ ഐബക്കിനെ സോവറിൻ റൂളർ, അത് പരമാധികാരി, അതായത് നമുക്ക് ഫൗണ്ടർ ഉണ്ടാകും, റിയൽ ഫൗണ്ടർ ഉണ്ടാകും. റിയൽ ഫൗണ്ടർ വിളിക്കുന്ന പേരാണ് സോവറിൻ റൂളർ. അതിനൊരുപാട് ഘടകങ്ങളുണ്ടാവും, ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ കുത്തുബുദ്ദീൻ ഐബക്കിനെ നമുക്കത് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്?
ഹി ഡിഡ് നോട്ട് അസ്യൂം ദ ടൈറ്റിൽ ഓഫ് സുൽത്താൻ. ഇതാണോ റീസൺ? ഇഷ്യൂഡ് നോ കോയിൻസ് ഓഫ് നോർ കുത്തുബ വാസ് റെഡീസ് നെയിം ബോത്ത് 1 and 2 ഇൻസ്റ്റെഡ് ഓഫ് ഡൽഹി മോസ്റ്റ്ലി സ്റ്റേറ്റ് ലാഹോർ. എന്താണ് ശരി ഉത്തരം വരിക? ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ എല്ലാതും ശരിയാണ്. പക്ഷെ നമുക്ക് എല്ലാതും ശരി എന്ന് പറയുന്ന അതർ ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് നമ്മൾ ചൂസ് ചെയ്യണം? നമ്മൾ ആ സമയത്ത് ചൂസ് ചെയ്യേണ്ടത് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ദാറ്റ് ഈസ് 3 ബോത്ത് 1 and 2. ഒന്ന്, ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ട്, കോയിൻസ് ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് പോയിന്റുകൾ, ഒന്ന് ടൈറ്റിൽ, രണ്ടാമത്തേത് കോയിൻസ്, ഇത് രണ്ടാണ് ഒരു സുൽത്താന്റെ പവർ കാണിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് എലമെന്റ്സ്. അതുകൊണ്ട് ഇത് രണ്ടും കാണിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് സോവറൻ റൂളർ എന്ന് വിളിക്കാൻ പറ്റാത്തത്. അപ്പൊ ഈ പോയിന്റ് ശരിയല്ലേ? ശരിയാണ്. അദ്ദേഹം എവിടെയെങ്കിലും താമസിച്ചോട്ടെ, ദാറ്റ്സ് ഓക്കെ. താമസിക്കുന്നേക്കാൾ അപ്പുറത്തോട്ട് ഈ രണ്ട് കാര്യങ്ങളാണ്, ദീസ് ആർ ദ ഫാക്ടേഴ്സ്, ദോസ് ആർ കൺസിഡേർഡ് ആസ് ഫോർ ബിക്കമിങ് സോവറിൻ റൂളർ. സോവറിൻ റൂളർ ആകണം എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടൈറ്റിലും കോയിൻസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 3 ആണ് ഉത്തരം വരിക. 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പക്ഷെ 3 അതിന്റെ ഉത്തരം വരുന്നത്. നാലാമത്തത് അദ്ദേഹം എവിടെ താമസിച്ചു എന്നുള്ളത് എന്തല്ല പരിഗണിക്കേണ്ട വിഷയമല്ല ഫോർ ബിക്കമിങ് സോവറിൻ റൂളർ. ഓക്കെ, അതുകൊണ്ട് 3 എന്ന് പറയുന്നതാണ് ഉത്തരം. നിങ്ങൾ എത്ര പേര് ശരിയായിട്ടുണ്ടെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ക്രോണിക്ലർ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഡൽഹി സൽത്തനേറ്റ്? സൽത്തനേറ്റിന്റെ ചരിത്രകാരൻ അല്ലാത്തത് ആര്? അബ്ബാസ് ഖാൻ ഷർവാണി, അമീർ ഖുസ്രു, സിയാവുദ്ദീൻ ബറാനി, മിൻഹാജി സിറാജ്. ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇത് മൂന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡൽഹി സൽത്തനേറ്റിന്റെ റൂളേഴ്സ് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന കോണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അബ്ബാസ് ഖാൻ ഷർവാണി അദ്ദേഹം ഡൽഹി സൽത്തനേറ്റ് കഴിഞ്ഞ് മുഗൾസിന്റെ കാലഘട്ടത്തിൽ പിന്നെ ഇൻ ബിറ്റ്വീൻ വരുന്ന സൂർ ഡൈനാസിയുടെ സമയത്ത് വരുന്ന ആളാണ് ആര്? അബ്ബാസ് ഖാൻ ഷർവാണി എന്ന് പറയുന്ന ആളാട്ടോ. ഓക്കെ, ഇത് എളുപ്പമായിരുന്നു. നാലാമത്താണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോറിൻ ട്രാവലേഴ്സ് അക്കൗണ്ട് ഡസ് നോട്ട് ത്രോ ലൈറ്റ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് സൽത്തനേറ്റ്? സൽത്തനേറ്റിനെ കുറിച്ച് പറയാത്ത ട്രാവലർ ആരാണ്? ഓക്കെ, ഇതിന് ആൻസർ ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കൂ. ലോജിക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് ട്രൈ ടു ഗിവ് ഇറ്റ്. പിന്നെ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യനും അഞ്ചാമത്തെ ക്വസ്റ്റ്യനും തമ്മിൽ ഒരു കോറിലേഷൻഷിപ്പ് ഉണ്ട്. നോക്കിക്കേ, ഞാൻ നാലോട്ടേയും വരാം കേട്ടോ. അതിന്റെ മുന്നേ ഈ 5 കൂടെ ഒന്ന് പറയാന്ന് വിചാരിച്ചു. ദ ഫസ്റ്റ് സോവറിൻ റൂളർ ഓഫ് ഡൽഹി സൽത്തനേറ്റ് ആരാണ്? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ് എന്തുകൊണ്ടായി? അദ്ദേഹത്തിന് ഒന്ന് ടൈറ്റിൽ ഉണ്ട്, സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ ഉണ്ട്. രണ്ടാമത്തത് കോയിനേജ് വരുന്നുണ്ട്. മൂന്നാമത്തത് കുത്തുബ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുത്തുബ അദ്ദേഹത്തിന്റെ പേരിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അദ്ദേഹം പിന്നെ ഫുൾ ടൈം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റലാക്കി കൊണ്ടുവന്ന ആളാണ് ഇൽത്തുമിഷ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇൽത്തുമിഷ് പറയാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, അത് കൃത്യമായിട്ടൊന്ന് ലോജിക് വെച്ചിട്ടൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. കമോൺ ഗൈസ്, കമോൺ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. എഴുതാത്തൊരു നിർബന്ധമായിട്ട് ഇപ്പൊ തന്നെ ആൻസർ ചെയ്താൻ വേണ്ടി ശ്രമിക്കുക. എഴുതാതിരിക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ലോജിക് ഉണ്ട് ആക്ച്വലി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഡിസ്കസിങ് ദ ആൻസർ. ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഏത് ട്രാവലർ ആണ് പറയാത്തത്? അപ്പൊ ഇബിൻ ബത്തൂത്ത ഉണ്ട്, നമുക്കറിയാം മുഹമ്മദ് തുഗ്ലക്കിന്റെ കോണ്ടംപററി ആണെന്നുള്ളത്. രണ്ടാമത്തത് മാർക്കോ പോളോ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ വരുന്ന ആളാണ്. നമ്മുടെ നമ്മുടെ ഏറ്റവും കാക്കടിയ ഡൈനാസ്റ്റിയിൽ വരുന്ന ആളാണ് മാർക്കോ പോളോ. ഓക്കെ, ഈ കാക്കടിയ ഡൈനാസ്റ്റി ഭരിക്കുന്ന സമയത്ത് നോർത്തിൽ ഡൽഹി സൽത്തനേറ്റ് ആയിരുന്നു. അപ്പൊ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുറസാഖ് ഉണ്ട്, നിഗുദ്ദീൻ ഉണ്ട്. നിഗുദ്ദീൻ പിന്നീട് വരുന്ന ലേറ്റ് മിഡീവൽ സമയത്ത് വരുന്നതാണ്. അബ്ദുറസാഖ് വരുന്നത് കൂടുതലും വിജയനഗര ഫോക്കസ് ചെയ്തിട്ടാണ്. അദ്ദേഹം ഡൽഹി സൽത്തനേറ്റിന്റെ അല്ല വരുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ 3 അബ്ദുറസാഖ് കേട്ടോ. സോ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാം PYQs ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷനോടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനോട് അവസാനിപ്പിക്കാം. അതിൽ ഒന്ന് അമീർ ഖുസ്രു, സിയാവുദ്ദീൻ ബറാനി, മിൻഹാജി സിറാജ്, അബ്ബാസ് ഖാൻ ഷർവാനി. ഞാൻ പറഞ്ഞ പോലെ അബ്ബാസ് ഖാൻ ഷർവാനി എന്ന് പറയുന്ന ആള് ഷേർഷയുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനും റിഫോംസും റോഡ്സും റവന്യൂ സിസ്റ്റവും മിലിറ്ററി ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞ ആളാണ്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബുക്കാണ് താരിഖി ഷേർഷാ ഓർ തൗഫത്ത് അക്ബർ ഷാഹി. തൗഫത്ത് അക്ബർ ഷാഹി എന്ന് പറയുമ്പോൾ അത് അക്ബറിനെ കുറിച്ച് വിചാരിക്കരുത്, അത് ഷേർഷയെ കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് ഈ പേര് പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ആവശ്യം വരും. അബ്ബാസ് ഖാൻ ഷർവാണി ഇത് ആദ്യം പഠിച്ചു. ശേഷം അമീർ ഖുസ്രുവിനെ പോലുള്ള ആൾക്കാരോട് നമ്മൾ ഓൾറെഡി ഇവരൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് റിവൈസ് ചെയ്യാം.
ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബുക്കുകളുടെ പേരുണ്ട്. ഞാൻ ഫുള്ള് വായിക്കുന്നില്ല, അത്രയും ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ പഠിച്ച മെത്തേഡുകൾ നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ കൂടുതൽ ഡിസ്കഷനിലോട്ട് പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ആരുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്കഷനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ ആൻസർ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാനപ്പെട്ട ഇൻസൈറ്റുകൾ പറയുന്ന ചില നോട്ട്സ് നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. ഓക്കെ, സോ ഡ്യൂറിംഗ് ദ ഡൽഹി സൽത്തനത്ത് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ദ മിലിറ്ററി അഫയേഴ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ് ഓഫ് സോൾജിയേഴ്സ് ആൻഡ് ഹോഴ്സസ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വന്നിട്ടുണ്ടായത് എന്നുള്ളത് ലോജിക് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്ന ആൾക്കാരാണോ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മേക്ക് ഷുവർ യു ആർ ആൻസറിങ് ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻസർ ചെയ്യാതിരിക്കരുത്. ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നിർബന്ധമായിട്ടും ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിൽ വെയിറ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഡിയർ സ്റ്റുഡൻസ്, ഓർക്കുക, ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ബെസ്റ്റ് പെർഫോമൻസ് ഉള്ളത്. പ്രാക്ടീസ് ചെയ്യാതെ വെറുതെ ക്ലാസ് കേട്ട് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. പെർഫോമൻസ് വേണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള കാര്യം മാത്രം പറഞ്ഞിട്ട് ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓഫ് ദ സെഷൻ ഈസ് യൂസ്ഫുൾ ഫോർ യു. സീ യു ടുമോറോ.